പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിത മനോഹരമായ പ്രസ്ഥാനം നാം പല സന്ദർഭങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പറ്റി കേൾക്കാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പണ്ഡിത പരമോന്നത സഭയെക്കുറിച്ച് നാം അകം കൊണ്ട് മനസ്സിലാക്കൽ വളരെ കുറവായിട്ടാണ് ഈ സാഹചര്യത്തിലൊക്കെ കാണപ്പെടുന്നത്. നാം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പ്രസ്ഥാനം ഈ നമ്മുടെ കേരളത്തിലേക്ക് അതിൻ്റെ ഉദയം, അത് ഉത്ഭവിക്കാൻ കാരണമായത് നമ്മുടെ യഥാർത്ഥ ദീനിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും നമുക്ക് കാണിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാം, അതിൻ്റെ തനതായ ഒരു കലർപ്പും കലരാതെ നേരായ ഹക്കായ മാർഗം നമ്മളിലൂടെ ഈ കേരളത്തിലും എത്തപ്പെട്ടപ്പോൾ അതിൽ പുത്തനാശയം നിറച്ചുകൊണ്ട് അതെല്ലാം നാം പാരമ്പര്യമായി കൊണ്ട് നടക്കുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അവകളിലെല്ലാം പുത്തനാശയം നിറച്ചുകൊണ്ട് അതിൻ്റെ തനിമയെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ, അസ്തിത്വത്തെ, അടിസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരു കൂട്ടം കടന്നു വന്നപ്പോൾ ആ ശ്രമത്തെ ചെറുത്തു നിൽക്കാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്താൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അന്ന് ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം ഈ കാണുന്ന രീതിയിൽ ഇവിടെ വെള്ള വസ്ത്രധാരികളായിരിക്കുന്ന ആലിമീങ്ങൾ, അതുപോലെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നല്ലവരായ ഈ മുഅ്മിനീങ്ങൾ ഈ നേരായ ഹക്കിന്റെ മാർഗത്തിൽ ഉണ്ടാവണമെന്നില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ മുബ്തദിഈങ്ങളെയും പുത്തനാശയക്കാരെയും എതിർക്കേണ്ട എല്ലാവിധ പ്രക്രിയകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാലത്തും അത് നടത്തുന്നുണ്ട്. എന്നാൽ ഇക്കാലത്ത് പുത്തനാശയക്കാരുടെ വർധനവ് വരുമ്പോൾ അവരുടെ ആശയങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് കുത്തി നിറക്കപ്പെടുമ്പോൾ നമ്മുടെ ആദർശബോധം നമ്മിൽ അടിയുറച്ചു നിൽക്കേണ്ടത്, നമ്മുടെ ആദർശബോധം നമ്മിൽ അടിയുറച്ചു നിൽക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റു ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരാമർശിക്കല് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. അത്രയും പ്രാധാന്യം ഇതിനുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ബനൂ ഇസ്രായേലുകാർ 72 വിഭാഗങ്ങളായിട്ട് മാറിയെങ്കിൽ എൻ്റെ ഉമ്മത്തി 73 വിഭാഗങ്ങളായിട്ട് മാറും, അതിലൊന്നേ സ്വർഗത്തിലുള്ളൂ. അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അതേതാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് രീതിയിലൂടെയാണോ സഞ്ചരിച്ചത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ അനുചരന്മാർ നക്ഷത്രതുല്യരാണ്, അവരിലാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ സഞ്ചരിച്ചത് അത് മുറുകെ പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരേ ഒരു വിഭാഗം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്വഹാബത്ത് ചെയ്ത കാര്യത്തെ പോലും അത് ബിദ്അത്താക്കി കണ്ടുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട്, അത് പുത്തനാശയമാണ്, അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ കാഫിറാക്കുന്ന, മുശ്രിക്കാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ തന്നെയാണ് അന്നും സമസ്ത സ്ഥാപിച്ചത്. അതിന്റെ ലക്ഷ്യം അന്നും
ഇന്നും ഇനി എന്നും മാറുകയില്ല. അത് യഥാർത്ഥ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ ഇസ്ലാം, യഥാർത്ഥ ദീനായ ഇസ്ലാമിനെ അതിന്റെ തനതായ രീതിയോടുകൂടെ തന്നെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിലൂടെ, ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരിലൂടെ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലേക്കും ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിലേക്കും എത്തി നിൽക്കുന്ന ആ ലക്ഷ്യത്തിൽ നിന്നും ഒരാണുമാണ്യം തെന്നി മാറാത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ, അതിന്റെ കീഴിൽ അതിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരൽപ്പം പോലും അതിൽ നിന്ന് തെന്നി മാറാതെ ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് അതാണ് ഹഖെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നമ്മളിലേക്ക് എത്തിച്ച ദീനിനെ അതിന്റെ യഥാർത്ഥ അസ്തിത്വത്തോടുകൂടെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മേൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇന്ന് പല വിഷയങ്ങളിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. അത് ചെയ്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമുഖത കാണിച്ചിട്ടില്ല എന്ന് ലാഹിറായി നസ്സായി തെളിയിക്കപ്പെട്ട വിഷയങ്ങളിൽ പോലും പല കലർപ്പം കലർത്തിക്കൊണ്ട് അതങ്ങനെയല്ല, അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് മഅദല്ലാഹ്, സ്വഹാബത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിൽ വിഷയത്തെ തെന്നി മാറ്റുമ്പോൾ അവിടെയെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെ നാം വിലയിരുത്തേണ്ടതുണ്ട്. ഹലോ 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 റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹലോ 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 സ്വീകരിക്കുമാറാവട്ടെ. ഹലോ ഹലോ